ജില്ലാ ഓഫീസർ, സൂപ്രണ്ട്, ബ്ലോക്കിലെ എസ്.ഡി.ഒമാർ, മറ്റുള്ള സഹപ്രവർത്തകർ. ഞാൻ 2014 മാർച്ചിലാണ് ചേലക്കര MRS ഇംഗ്ലീഷ് മീഡിയത്തിൽ പാർട്ട് ടൈം സ്വീപ്പറായിട്ട് ജോയിൻ ചെയ്തത്. 2013 എൻ്റെ ഭാര്യയ്ക്ക് വയ്യാണ്ടായത്. അപ്പോൾ എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഞാൻ ഇവിടെ വെച്ചിട്ടാണ് ഇൻ്റർവ്യൂ, പാർട്ട് ടൈം സ്വീപ്പർ ഇൻ്റർവ്യൂ ഇവിടെ വെച്ചിട്ടായിരുന്നു. 30 പേരുണ്ടായിരുന്നു. അത് 2 വേക്കൻ്റ് ഉള്ളു. അപ്പോൾ അന്ന് ശാന്താമണി ജില്ലാ ഓഫീസർ ശാന്താമണി സാറേ എല്ലാവരും റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്, ഇഷ്ടംപോലെ വിളിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എനിക്ക് റെക്കമെൻഡ് ഒന്നുമില്ല. കാരണം തൃശ്ശൂർ കാഴ്ചബംഗ്ലാവിൽ അനിമൽ കീപ്പറായിട്ട് വർക്ക് ചെയ്യണം, ഇങ്ങനെ റെയിൽവേസിൽ. അപ്പോൾ എനിക്ക് അത് കളഞ്ഞിട്ട് വേറെ ജോലിക്ക് പോകാൻ താല്പര്യം ഉണ്ടായില്ല. എന്നാലും വന്നു. അപ്പോൾ ഞാൻ ജില്ലാ ഓഫീസറോട് പറഞ്ഞു, ഇങ്ങനെ ഭാര്യ 2013 വയ്യാണ്ട് ആളിങ്ങനെ ബെഡ് റെസ്റ്റിൽ ഇരിക്കുകയാണ്, ബെഡിൽ കിടക്കുകയാണ്, കിടപ്പ് രോഗിയാണ്. കിടപ്പ് രോഗിയായിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെയാണ് വർക്ക് ചെയ്യണത്, കാഴ്ചബംഗ്ലാവിൽ റെയിൽവേസിലാണ് വർക്ക് ചെയ്യണത്, അനിമൽ കീപ്പറായിട്ട്. അപ്പോൾ എന്നോട് പറഞ്ഞു, ഒരു പാർട്ട് ടൈം സ്വീപ്പർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞു, അടിച്ചുകാലിലൊക്കെ ഉണ്ട്. അല്ല, അവിടെ MRSലാകുമ്പോൾ 10-24 ബാത്റൂമുകളുണ്ട് കുട്ടികളുടെ. അതെല്ലാം കഴുകണം. 3 ഫ്ലോറാണ്, അതെല്ലാം അടിച്ചു വാരണം, ക്ലീൻ ചെയ്യണം. രാവിലെ 8 മണിക്ക് ഹാജരാവണം. അത് നിങ്ങളെ കൊണ്ട് പറ്റുമെന്നിരിക്കുക. അപ്പോൾ ഞാനത് പറഞ്ഞു സാറിനോട്, സാറേ ഞാനിപ്പോൾ കാഴ്ചബംഗ്ലാവിൽ സിംഹത്തിന് പുലിയുടെ കൂടൊക്കെ കഴിക്കണം. അത് ഭയങ്കര കാഷ്ടെന്ന് പറഞ്ഞാൽ ഭയങ്കര മൂർച്ച കണ്ടാണ്. അത് അടുത്തുകൂടെ പോകാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്ക് കൂട് തുറന്നു തരും, സ്ഥിരം കീപ്പർമാർ തുറന്നു തരും. നമ്മളത് ചെയ്ത് കഴുകി അതിൻ്റെ കാഷ്ടവും അത് വേസ്റ്റൊക്കെ ഇറച്ചിയുടെ വേസ്റ്റൊക്കെ വാരിക്കൊണ്ട് കളഞ്ഞ് വേണ്ടിയിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് അങ്ങനെ ചെയ്യുക. നമ്മൾ മാസ്ക് വരെ ഉപയോഗിക്കില്ല. അത്രയ്ക്ക് രൂക്ഷമായ ജോലിയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അതിനുമുമ്പ് സമരക്കാലത്ത് ഞാൻ കോർപ്പറേഷനിൽ ജോലിക്ക് ചേർന്നു. സമരക്കാലം ഉണ്ടായിരുന്നു. അന്ന് അശ്വിനിയുടെ കാലം വരാൻ പറഞ്ഞ അശ്വിനി ആസ്പത്രിയുടെ കാലം പോയിട്ട് ഞങ്ങൾ പുതിയ ഞങ്ങളെ നമ്മളൊന്നും ജീവിക്കാത്ത വർക്കാണ്. അപ്പം അത് അത്രയ്ക്ക് രൂക്ഷമായുള്ള ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. പിന്നെ ഇത് നമ്മളുടെ വീട്ടിലായാലും നമ്മൾ കത്തിപ്പായിരുന്നു, അല്ലെങ്കിൽ ബാത്റൂം കഴുകുന്നു, അടിച്ചു വാങ്ങി തുടങ്ങുന്നു. അതൊക്കെ എൻ്റെ പണിയാണ്. അതൊക്കെ നമുക്കറിയാൻ പണിയാണ്. അതൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും. ചോദിച്ചത് മൃഗശാലയിലെ വീട്ടിലോളം ബുദ്ധിമുട്ടുണ്ടാവുന്നതാണ് ഇതിപ്പോൾ സാധിച്ചിരിക്കും. പിന്നെ എനിക്ക് പോസ്റ്റിൽ തരാനുണ്ടായിരുന്നു, കുറേ റെക്കമെൻഡേഷൻ ഉണ്ടായിരുന്നു പറയുന്നു. അങ്ങനെയാണ് എനിക്ക് ജോലി കിട്ടിയത്. പിന്നെ ഭാര്യയുടെ വയ്യായി വന്നതോടുകൂടിയാണ് ഞാൻ 2015 മെയ് മാസത്തിൽ മെയ് 17-ാം തീയതി 2018 സ്ഥിരം വാച്ച്മാനായിട്ട് ജോയിൻ ചെയ്തു. അത് ഭാര്യയുടെ വയ്യായ ആയിരുന്നു. അതായത് MRSൽ ശരിക്കും 8 മണിക്ക് ജോലിക്ക് കയറിയാൽ ഞാൻ പോകുമ്പോൾ 2 മണിയും വീട്ടിലെത്തുമ്പോൾ 3:30 മണി. ഇത് പാർട്ട് ടൈം ജീവനക്കാരെന്ന് പറഞ്ഞാൽ 8-12 വരെയാണ് സമയം എന്ന് പറയുന്നത്. അപ്പം നമ്മൾ MRS ചെല്ലുമ്പോൾ 8 മണിക്ക് എത്തി കഴിഞ്ഞാൽ സാറിന് പോലെ അറിയാം, കുട്ടികളുടെ ഭക്ഷണം കഴിഞ്ഞ് അവരുടെ ഏരിയയൊക്കെ നമ്മൾ വൃത്തിയാക്കി തുടച്ച് അതിന് ശേഷം 2 മണി കഴിഞ്ഞിട്ട് അവിടെ MRS പറയും. വീട്ടിലെത്തുമ്പോൾ 3-3:30. അപ്പോൾ ഒരു ഫുൾ ടൈം ജോലിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നി പണിയേക്കാൾ നല്ല ജോലിയാണെന്ന് വെച്ചിട്ടാണ്. പിന്നെ എനിക്ക് പകലൊക്കെ വീട്ടിൽ കിട്ടണം, വീട്ടിലാളിൽ ഇതൊക്കെ മൊത്തം പഠിക്കാൻ പോകണം. അതുകൊണ്ടാണ് ഞാൻ രാത്രി ജോലിയായിട്ട് പോകുന്നത്. പിന്നെ 8 വർഷം എനിക്ക് ഫുൾ ടൈമായിട്ട് വർക്ക് ചെയ്തിട്ടില്ല NTSൽ. അതിനിടയ്ക്ക് 2 ആൺകുട്ടികളാണ്, 2 പ്രൊഫഷണൽ കോഴ്സുകൾ പഠിപ്പിച്ചു. അവർക്ക് അത്യാവശ്യം ജോലിയൊക്കെ ആയി. ഭാര്യ ഇപ്പോൾ വാക്കാറിനെ പിടിച്ച് നടക്കുന്നത്. പക്ഷെ മെമ്മറി ഇല്ല. എന്തെങ്കിലും പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞു. പിന്നെ ആരെ സഹായിക്കുന്ന അമ്മയാണ്, ഭാര്യയുടെ അമ്മയുണ്ട്. അമ്മ ഇപ്പോൾ വീട്ടിൽ നിൽക്കും, ഞാൻ ജോലിക്ക് പോകുമ്പോൾ അമ്മയെ അങ്ങനെയുള്ള അതാണ് എൻ്റെ ഒരു ജീവിതം. പിന്നെ കൂടുതലായിട്ട് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ പുസ്തകാലം ഭാര്യനെ നോക്കി കിട്ടാന്നുള്ളതാണ്. അപ്പോൾ മക്കളൊക്കെ ഇപ്പോൾ ജോലിക്കായി. അതൊക്കെ പറയാൻ പറ്റും. എല്ലാവരോടും പറഞ്ഞോളൂ.
നിർത്തുന്നു.